നമസ്കാരം. സുധീഷ് ഗുരുവായൂരാണ് ഒരു ഷാർജ് ചെയ്യുന്നത്. അതെ, ഇത് കണ്ടോ, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഞാൻ മുന്നിലിരിക്കുന്നത്. ഔഷധ ഗുണമുള്ള ഒരുപാട് സസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീട്ടിലൊക്കെ. പക്ഷെ ഔഷധ ഗുണമുള്ള ഇതേപോലുള്ള മണിത്തക്കാളി എന്ന് പറഞ്ഞ ചെടി എനിക്ക് നമ്മുടെ തൊഴിലൊക്കെ സുലഭമായിട്ട് കാണാനാണ് പറമ്പിലൊക്കെ. പക്ഷെ എല്ലാവർക്കും ഒരു അറിവില്ല. ചില ആൾക്കാർക്ക് അറിയാം, പക്ഷെ ചില ആൾക്കാർക്ക് അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ തൊഴിലൊക്കെ ഒരുപാടുണ്ട്. ഞാനൊരു ഷാർജയാണ്. ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ളത് പഴയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരുപാട് രോഗങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് തൊണ്ടവേദന ഉണ്ടെങ്കിൽ, വയറുവേദന, അതുപോലെ വായ്പുണ്ട്, അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം വരുത്താൻ പറ്റുന്ന ഒരു ആയുർവേദ സസ്യമാണ് ഈ സംഭവങ്ങൾ. കണ്ടിട്ട് പല ആൾക്കാർക്ക് ഇപ്പോൾ ചോദിക്കാറുണ്ട്, മണിത്തേക്കാൾ കള പോലെ പറിച്ച് കളയുന്ന സംഭവമാണെന്നുള്ള രീതിയിലാണ്. പക്ഷേ അപ്പോൾ ഇതിൻ്റെ ഇലയും അതുപോലെ കായും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണിക്കാൻ പരിചയപ്പെടുത്താൻ വെച്ചിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാവും. ശരീരത്തിലും ഒരുപാട് നല്ലതാണ്. കീടശല്യങ്ങളുടെ അസുഖങ്ങളിൽ നിന്ന് പ്രാപ്തി നേടാൻ ഇത് കണ്ടല്ലോ, അടിപൊളിയാണ്. ഇപ്പം പഴുത്ത് തൊടുമ്പിക്കുന്നുണ്ടല്ലോ, തൊടുമ്പിക്ക് ഇതിലും വീട് കഴിക്കുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ ചെറിയതായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. കണ്ടോ, നല്ല രസമാണ്, കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ ഇങ്ങനെ പല പല ആയിട്ട് ഒരു ചെയ്യും. കണ്ടല്ലേ, അടിപൊളി ടേസ്റ്റാണ് ഇത്. അല്പം നല്ല മധുരം ഉണ്ടാവും. പച്ച കളറായിരിക്കും ഇതിനെ പഴുക്കുന്നതിന് മുന്നേ ഉണ്ടാവുക. പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല വയലറ്റ് കളർ, ബ്ലാക്ക് ആയിട്ട് പോലെ തോന്നണ്ടേ, കടും ബ്ലാക്ക് പോലെയാണ് കണ്ടത്. ഇത് കണ്ടോ, ഓറഞ്ച് നിറത്തിലുള്ള മണിത്തക്കാളിയും കൂടിയാണ്. രണ്ട് തരത്തിലാണ് ഉള്ളത്. നമ്മൾ ബ്ലാക്ക് തക്കാളി അതുപോലെ തന്നെ ഓറഞ്ച് നിറത്തിലുള്ള ചെട്ടിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കാണുന്നുണ്ടാവുന്നിരിക്കണം. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ മണിത്തക്കാളിയാണ് നമ്മുടെ. അപ്പോൾ അടിപൊളിയാണ്. ഒരു നമ്മുടെ പച്ചക്കറി തോട്ടത്തിൻ്റെ ആ തോട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു തരം വിളയാണ് നമ്മുടെ ഈ മണിത്തക്കാളി എന്ന് പറയുന്നത് കേട്ടോ. കാണാനും ഭയങ്കര രസം. ഇതിന് ഗുണം എന്ന് വെച്ചാൽ അതിൽ ഒത്തിരി ഗുണങ്ങളാണ് ഇതിനുള്ളത്. നിറയെ കായായിട്ട് നിൽക്കണ്ടല്ലേ, ഒരുപാട് കായകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഡെയിലി ഒന്ന് രണ്ട് കൊല കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ശരീരത്തിലും ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ യുഎഇയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദുബായിലോ ഷാർജയിലോ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നും പൈസ ഒന്നും വേണ്ട, പക്ഷേ ഇതുകൊണ്ടേ വളർത്തുക. അതുപോലെ വിത്തുകൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് ഇതുപോലെ കൊടുക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. നിറയെ ഉണ്ട്, ഇഷ്ടം പോലെയാണ്. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ഗുണങ്ങളാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. മണിത്തക്കാളിയുടെ ഗുണങ്ങൾ ഒത്തിരി ഗുണങ്ങളാണ്. ഇതാണ് അതിന്റെ വിത്തുകൾ എന്ന് പറയുന്നത്. ഇത്തിരി വിത്തുകളാണുള്ളത്. ഈ വിത്തുകൾ ഇത് കാണേണ്ടത് ഇരിക്കുന്നു. സാധാരണയായിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷമാണ്, ഉണക്കിയെടുത്തിട്ട് പൊടി സോയിലാണ് നമ്മൾ സാധാരണ വിത്തുകൾ എങ്ങനെയാണോ അതുപോലെ ഇടാനാണ്. പിന്നെ നമ്മുടെ ചെടികൾ തൈകളാകുമ്പോൾ മാറ്റി പറിച്ച് നടന്നതായിരിക്കും. മാറ്റി നടുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അതുപോലെ പിണ്ണാക്ക് അതിൻ്റെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചട്ടികളിൽ നമുക്ക് ഇത് വളർത്തിയിട്ടാണ്. ഞാൻ ചട്ടിയിലാണ് വളർത്തിയിരിക്കുന്നത്. അപ്പോൾ ചട്ടിയിൽ നമുക്ക് വളർത്തിയെടുക്കുക. തൈകൾ മറിച്ചതിന് ശേഷം മാറ്റി നടാം. ഒരു 4-3 ഇല മാറ്റി നടാം. നമ്മൾ പച്ചക്കറികളൊപ്പം തന്നെ വീട്ടിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ചെടിയാണ് നമ്മുടെ മണിത്തക്കാളി എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ മണിത്തക്കാളിയുടെ ഈ കുറച്ച് വീഡിയോ എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മാത്രമേ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഒരിക്കും ഒരു ഷാർജയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ സുധീഷ് ഗുരുവായൂരാണ്. ബൈ. അങ്ങനെ അതിൻ്റെ ചെടിയാണോ, ചട്ടിയാണ്. ഇതേപോലെ ചട്ടിയിലാണ് ഞങ്ങൾ വളർത്തിയിരിക്കുന്നത്. കാണുന്നുണ്ടോ, ഇതേപോലെ ചട്ടിയിൽ മാത്രം മതി നമുക്ക് വീട്ടിലേക്ക് ചെയ്യാനായിട്ട്. വേണം